ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിച്ചോറാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതാ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 3/4 കിലോ ബസുമതി അരി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, ചട്ടിയാലും വേണ്ടിയില്ല, ചെരുവായാലും വേണ്ടിയില്ല. അതിലേക്ക് ഒരു 3 ടേബിൾ ടീസ്പൂൺ എന്ത് ഓയിലായാലും വേണ്ടിയില്ല, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലായാലും വേണ്ടിയില്ല എടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാൻ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ തീ കുറച്ച് അതിൽ കൂടെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ. ഒരു 3 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വഴന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് വഴന്നതിന് ശേഷം നമുക്കിപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 8 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, കനം കുറഞ്ഞ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2.5. അതിനുശേഷം ഒരു 2.5 വലിയ ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഈ വലിയ ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി. ഇവയെല്ലാം ഇട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് വഴറ്റുക. കറിവേപ്പിലയും കൂടി ഇടാൻ, കറിവേപ്പില മറന്നു പോയതാണ്. അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വഴന്നു വന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് ഈ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്നും കൂടി വെന്ത് വെള്ളം വറ്റി വരട്ടെ. നമ്മുടെ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ ടീസ്പൂൺ നെയ്യിടുകയാണ്. ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ മസാലകൾ ഇവിടെ. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ്
ഈ വേവിച്ച് വെച്ചത് അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും റൈസ് ആണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ബാക്കി കുറച്ച് ഇവിടെ ബാക്കിയുണ്ട്, എല്ലാം ഇടുന്നില്ല. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ചോറ് റെഡിയായി. അതിലേക്ക് ലേശം മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കും.